പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പുലരി ചെറിയൊരു തണുപ്പുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്നാണ് തീരുമാനിച്ചത്. കോഫിയിലേക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് വീട് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചഭക്ഷണത്തിന്റെ തിരക്കിലേക്ക് നീങ്ങാറുള്ളത്. എൻ്റെ കൂടുതൽ സമയവും കവർന്നെടുക്കാറുള്ളത് കിച്ചൺ ക്ലീനിങ് ആണ്. അടുക്കി പെറുക്കി വെച്ച ഓരോ സാധനങ്ങളും ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും സമയം നീങ്ങുന്നതറിയില്ല. ഏകദേശമുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞ് അവസാനമാണ് സിങ്ക് ക്ലീൻ ചെയ്യാറുള്ളത്. സിങ്ക് ക്ലീനിങ്ങും മറ്റുള്ള എല്ലാ അടുക്കി പൊറുക്കലുകളും കഴിഞ്ഞ് കിച്ചൺ നീറ്റാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാറുള്ളത്. ഇന്ന് ഉപ്പേരിയായിട്ട് വെണ്ടക്ക പൊരിച്ചെടുക്കാൻ പോവുകയാണ്. വെണ്ടക്ക നന്നായി നുറുക്കി മുളകും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് നന്നായി പൊരിച്ചെടുക്കാം. കറിവേപ്പിലയിട്ട് മൂപ്പിച്ച് വെളിച്ചെണ്ണയിലേക്ക് മുളകൊക്കെ പുരട്ടി വെച്ച് ഈ വെണ്ടക്ക ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെണ്ടക്ക ഫ്രൈ ആയി കിട്ടും. ടേസ്റ്റിയായ വെണ്ടക്ക റെസിപ്പി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വ്യത്യസ്തമായി റെഡിയാക്കി എടുക്കാം. അതിനായി വലിയ ഉള്ളി, കറിവേപ്പ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, നന്നായി വൃത്തിയാക്കി കഴുകി വെച്ച ചിക്കനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു കൂടെ ചേർത്ത് മിക്സിയുടെ ഗ്രൈൻഡറിൽ നന്നായി ഒന്ന് പരുപര അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. കൂടുതൽ അരഞ്ഞ് ക്രീമാവാതെ പരുപരപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കതിനെ വേവിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകാം. അതിനായി ഞാനൊരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കറി നമ്മൾ അടുപ്പിലുണ്ടാക്കുമ്പോൾ ഇതിലേറെ ടേസ്റ്റാണ്. ഇന്ന് മഴയായ കാരണം ഞാൻ ഗ്യാസിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കറിവേപ്പിലയും സവോളയും നമുക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ സവോള വഴറ്റിയെടുക്കാൻ. അപ്പോഴാണ് സവോളയുടെ ആ ഒരു നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പെട്ടെന്ന് തീ കത്തി വേവിക്കുന്ന പാചകം ഒരു ടേസ്റ്റ് കുറവുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ സാവധാനം വഴറ്റിയെടുത്ത് നന്നായി വഴന്നതിന് ശേഷം നമ്മൾ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സാക്കി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. അരപ്പും സവാളയും നന്നായി ജോയിൻ്റ് ആയതിനു ശേഷം അതിലേക്ക് 1-2 തക്കാളി നമുക്ക് വെട്ടി ചേർത്ത് കൊടുക്കാം.
തക്കാളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നന്നായി അടച്ച് വെച്ച് ഇതിൻ്റെ തന്നെ ആവിയിലൊന്ന് വഴന്ന് കിട്ടണം. ചെറിയ തീയിലിട്ട് ഒരല്പസമയത്തിന് ശേഷം ഇത് തുറന്ന് നമുക്ക് ഒരല്പം അരപ്പ് കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യുക. ശേഷം കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടപ്പ് വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കുക. അടിയിൽ പിടിക്കാതെ നമ്മൾ ആ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. ഒരു കറിവേപ്പില വെച്ച് നമുക്കിതിനെ ഒന്ന് ഭംഗിയാക്കിയെടുക്കാം. അങ്ങനെ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിലേക്കുള്ള ചിക്കൻ കറിയും അതുപോലെ വെണ്ടക്ക ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയായ ചിക്കനും വെണ്ടക്ക പൊരിയൊക്കെ കൂട്ടി എല്ലാവരും സന്തോഷത്തോടെ ഊണ് കഴിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞും ഒരല്പനേരം വരാന്തയിലിരിക്കുക പതിവാണ്. ഈ ഒരു സമയത്താണ് വായിക്കാൻ ബാക്കി വെച്ച ബുക്കുകളൊക്കെ എടുത്ത് വായിക്കാറുള്ളത്. ഖസാക്കിന്റെ ഇതിഹാസമായിരുന്നു ഇന്നത്തെ വായന. എത്ര വായിച്ചാലും മതി വരാത്ത അക്ഷരക്കൂട്ടുകൾ. ഉച്ചയുറക്കത്തിന് മുന്നോടിയായുള്ള ഈ വായനയാണ് സന്തോഷകരമായ ഒരു ഉറക്കം സമ്മാനിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി ഒരല്പനേരം ഉറക്കത്തിലേക്ക്. ഇനി ഒരല്പം ഉറക്കം കഴിഞ്ഞ് എണീറ്റാൽ ബെഡ് വൃത്തിയാക്കണം. ഏത് സമയത്തും ബെഡ് നീറ്റായി കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് ഇനി വൈകുന്നേരത്തെ ചായ റെഡിയാക്കി എടുക്കണം. ചായയിലേക്ക് നമ്മൾ അവോക്കാഡോ വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് റെഡിയാക്കിയിട്ടുള്ളത്. സാൻഡ്വിച്ച് റെസിപ്പി നമുക്ക് പിന്നീട് കാണാം. ചായ കുടിയും തിരക്കുകളൊക്കെ കഴിഞ്ഞു, ക്ലീനിങ്ങും കഴിഞ്ഞു, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇനി മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. വൈകുന്നേരം ഈ ഒരു സമയത്താണ് ബാക്കി ചെടികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. ഓരോ ചെടിയിലെയും പഴുത്ത ഇലകൾ അതുപോലെ തന്നെ മറ്റുള്ള വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യുന്ന ഒരു ടൈമാണ് ഈ ഒരു വൈകുന്നേരം. അതുപോലെ തന്നെ മഴ കൊള്ളാത്ത പോട്ടുകളിലൊക്കെ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്ന സമയം കൂടെയാണ് ഈ വൈകുന്നേരം. ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ചെടികളുടെ അടുത്ത് 1 മണിക്കൂർ സമയം കഴിഞ്ഞ് ബാക്കി എൻ്റെ കോഴികളുടെ തീറ്റ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഇവർക്ക് ഭക്ഷണം കൊടുക്കൽ മസ്റ്റാണ്. കൂട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ പ്രാവ് കുഞ്ഞുങ്ങൾ തൂവലൊക്കെ വരാൻ തുടങ്ങി. അവരെയും ഒന്ന് വൃത്തിയാക്കി അവരുടെ അടുത്തും ഒന്ന് നോക്കി. ഇവിടെ ഞാൻ കുറച്ച് ഇഞ്ചി തൈകൾ നട്ടിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇഞ്ചി നട്ട് തൈയാക്കി എടുത്തതാണ്. കുറച്ച് മുളക്, പപ്പായ ഇങ്ങനെയുള്ള തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കോഴികളെ കൂട്ടിലാക്കാനുള്ള സമയമായി. അവർ മുട്ടയിട്ടോ എന്ന് നോക്കി. ഒരു മുട്ടയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇനി ബാക്കി എല്ലാവരുടെ കുളിയും കഴിഞ്ഞ് കളിയും കഴിഞ്ഞ് വാതിലൊക്കെ അടച്ച് കർട്ടനൊക്കെ താഴ്ത്തി അകത്തേക്ക് പോന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ബാങ്ക് വിളിക്കുന്നത് വരെ ഈ ഒരു വരാന്തയിൽ റെസ്റ്റ് ചെയ്യാറാണ് പതിവ്. എൻ്റെ ഒരു ദിവസത്തെ ഏകദേശം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോയും ഇഷ്ടമാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.
ഇനിയും ഒത്തിരി ഒത്തിരി ഉപകാരങ്ങളും സന്തോഷവും ഒക്കെയുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.